ആണ്. ആക്ച്വലി ഞാൻ എനിക്ക് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പക്ഷെ എനിക്ക് ഒരു മിനിറ്റ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇങ്ങനെ ഫേസ് ഒക്കെ കാണിച്ച് സംസാരിച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് സംസാരിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ്. പിന്നെ ഞാൻ ഓർത്തു നാട്ടുകാർ എന്ത് വേണേലും വിചാരിച്ചോട്ടെ, അത് അവരുടെ കാര്യം. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹാപ്പിനെസ് കളയേണ്ട കാര്യമില്ലല്ലോ. സോ അങ്ങനെ അതാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ത്വര എന്ന് പറയുന്നത്. ഒരു 2 years ബാക്ക് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയെല്ലാം സ്പ്ലിറ്റ്നെസ്, താരന്, അങ്ങനെ എല്ലാ കുഴപ്പങ്ങളും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രോപ്പർ ഒരു കെയർ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസമായിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ആ കെയർ കൊടുക്കുന്നതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ എനിക്ക് ഈ ഹെയറിൽ അറിയാനുണ്ട്. പെട്ടെന്ന് മുടി വളരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ പാക്ക് എന്നത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ചെമ്പരത്തിയുടെ ആവശ്യമുണ്ട്. നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയി പറിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയും മതിയായിരിക്കും. ഇത്രയൊക്കെ മതി. അപ്പോൾ നമുക്കിത് മിക്സിക്കകത്തൊക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മളിത് മിക്സി എടുത്തിട്ട് നമുക്ക് ബാക്കി ആവശ്യമായ തൈര്, കുറച്ച് തൈര് മതിയായിരിക്കും കേട്ടോ. കുറച്ച് തൈര് ഇടുക. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം അലോവേറ എടുക്കുക. അപ്പോൾ അതും കൂടി ഇടുക. പിന്നെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ചെമ്പരത്തിയില, ഒരു 4-5 ചെമ്പരത്തിയിലയും, പിന്നെ അതിലോട്ട് കുറച്ച് കരിവേപ്പില. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കരിവേപ്പില ഇച്ചിരി ഉണങ്ങിപ്പോയി, പക്ഷെ അത് കുഴപ്പമില്ല. കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. പിന്നെ ഇത് നമ്മൾ തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ്. അപ്പോൾ ഈ വെള്ളം ഭയങ്കര ഹെൽത്തിയാണ്. ഇത് ഹെയർ ഗ്രോത്തിനായിട്ട് നല്ലപോലെ നമുക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ഈ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് തലയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഹെയർ ഗ്രോത്ത് നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ഉലുവയുടെ വെള്ളം കൂടി എടുത്തിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. നമ്മൾ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ തലയിൽ ഒന്ന് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുടിയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മുടി വളരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ മസാജ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമുക്ക് കൂടുതൽ മുടി വളരും. അതൊരു എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. പിന്നെ മസാജ് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുണ്ട്, ബാക്കിലോട്ട് ഇങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഫുൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മൾ ബാക്കീന്നും ഇതേ മെത്തേഡ് തന്നെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എനിക്കതാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ നഖം ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യരുത്. അത് നമ്മുടെ തല മുറിയും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാതെ ഇതിൻ്റെ ഈ ടിപ്പ് കണ്ടോ, ഇവിടം കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുടി ഇങ്ങനെയാണ് തോർത്തുന്നത്. അപ്പം അങ്ങനെ തോർത്തുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് നല്ലപോലെ ഡാമേജ് വരും, സ്പ്ലിറ്റ്നെസ് ഉണ്ടാകും, അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പം നമ്മൾ തോർത്തിയൊക്കെ കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ വെക്കണം. അപ്പോൾ അതാകുമ്പോൾ മുടിക്ക് ഡാമേജ് ഒന്നും വരത്തില്ല. പിന്നെ നമ്മൾ മുടി ഉണക്കുമ്പോഴത്തേക്കും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണക്കാതിരിക്കുക. അത് മുടിയെ കൂടുതൽ ഡാമേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ നാച്ചുറലായിട്ട് ഉണക്കുക. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങൾ മുടി അഴിച്ചിടണം. അഴിച്ചിട്ട് കഴിഞ്ഞ് കാറ്റൊക്കെ അടിച്ച് മുടി എപ്പോഴാണോ ഉണങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ ചെടയെല്ലാം കളഞ്ഞിട്ട് മുടി ഒന്ന് കെട്ടി. പിന്നെ എല്ലാവർക്കും മെയിൻ ഒരു പ്രോബ്ലംസ് ആണ് തലയിലെ താരൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും താരൻ പോകാത്തവരുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഒരു കാരണമാണുള്ളത്, നമ്മൾ സ്കാൽപ്പിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് തലയിൽ നിന്ന് താരൻ പോകത്തില്ല. അത് നമുക്ക് കൂടുതൽ ഇച്ചിങ്, ഇറിറ്റേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മുടി വളരുന്നതിൽ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പം മുടിയിൽ കുറേ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്യുമ്പോൾ തന്നെ പാതി മുടിയുടെ പ്രശ്നം തന്നെ കുറയും കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഉലുവയുടെ ബാക്കി വന്ന വെള്ളം കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു. പക്ഷെ ഇപ്പം ഇത് അടപോലെയായിപ്പോയി. അപ്പോൾ അതാണ് പറഞ്ഞ് ഉലുവ ആകുമ്പോഴത്തേക്കിനും എന്തേരം വെള്ളം ഒഴിച്ചാലും ഇത് തിക്ക് കൺസിസ്റ്റൻസി ആകും.
അപ്പം അതുകൊണ്ട് വെള്ളം കൂടിപ്പോയാലും അതൊന്നും പേടിക്കണ്ട. വേണം നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു വകച്ചിലെടുത്തിട്ടുണ്ട്. വകച്ചിലെടുത്തിട്ട് നമ്മൾ കുറച്ചെടുത്ത് കണ്ടോ കറക്റ്റ് നമ്മൾ ആ സ്കാൽപ്പിലാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇത് കണ്ടോ ഇങ്ങനെ മുടി എടുത്തിട്ട് ഇവിടുന്ന് വകച്ചിലെടുത്ത് അടുത്ത സെക്ഷൻ ഇങ്ങോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ അടുത്ത ഇങ്ങോട്ട് ഇത് അപ്ലൈ ചെയ്യാൻ. ഇതല്ലോ ഇത്രയും മെത്തേഡ് ഫോളോ ചെയ്ത് നമുക്കിത് ഹെയറിൽ ഫുള്ളൊന്ന് തേച്ച് കൊടുക്കാം. നമ്മളിത് തലേ മൊത്തം ഇത് ഓക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. പക്ഷെ ഇത് 1 മണിക്കൂർ വെക്കണമെന്നില്ല, കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് മുടിയിൽ പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഇത് ഉണങ്ങുന്ന നോക്കിയിരിക്കണമെന്നില്ല, നമുക്ക് പോയി ചോറുണ്ടാം. അപ്പം നമുക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യണം. ഓരോരുത്തരൊക്കെ വീഡിയോ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്കതിനുള്ള ഒരു സെറ്റപ്പൊക്കെ നമുക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ അതായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഈ ഗണപതി കല്യാണം പോലെ നാളെ നീന്തേടെ പോകാതെ നമുക്ക് ഉള്ളത് എന്താണോ അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം. നമ്മുടെ വീഡിയോ കാണുന്നവർ കണ്ടാൽ മതി, ഒരു 10 പേര് കണ്ടാൽ അത്രയും മതി. തലയിൽ നമ്മൾ കരിവേപ്പില അരച്ചിട്ടുണ്ട്, അതിൻ്റെ മണമുണ്ട്. അപ്പം ഈ ചോറുണ്ണുമ്പോഴത്തേനും കരിവേപ്പില വെച്ച് ചമ്മന്തി അരച്ചിട്ട് അത് കൂട്ടി കഴിക്കുന്ന പോലെ ഇരിക്കും. ഭയങ്കര ഇതാണ്. അപ്പം ഇത് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇത് അരച്ചുകൊണ്ട് ചോറില്ല, തല തേച്ചുകൊണ്ട് ചോറുണ്ണാൻ നിൽക്കില്ല, വേണ്ട. ഭയങ്കര അങ്ങനെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഡർട്ടും കാര്യങ്ങളും ഒന്നുമില്ല. തല നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഉലുവയുടെ വെള്ളം എന്നൊക്കെ പറയുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ്. മുടി നമുക്ക് വളരാൻ വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഉലുവ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.